ഹലോ. ഫിസിക്സിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ചിന്താ പരീക്ഷണത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കേട്ടിട്ടുണ്ടാവും ട്വിൻ പാരഡോക്സ് അഥവാ ഇരട്ടകളുടെ പ്രഹേളിക. ഐൻസ്റ്റൈന്റെ ആപേക്ഷികത സിദ്ധാന്തം നമ്മുടെ കോമൺ സെൻസിനെ എങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ തലകുത്തി നിർത്തുന്നതെന്ന് നമുക്ക് ഇതിലൂടെ ഒന്ന് നോക്കാം. അപ്പോ ഇതാണ് ഈ പാരഡോക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ഭയങ്കര വേഗത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ സമയം പതുക്കെയാകും. കൊള്ളാം, പക്ഷേ ഒരേ സമയം രണ്ടിരട്ടകൾക്ക് അങ്ങോട്ടുമിങ്ങോട്ടും പ്രായം കുറവാണെന്ന് തോന്നാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഒരാൾക്ക് മറ്റേയാളേക്കാൾ പ്രായം കുറവാണെങ്കിൽ മറ്റേയാൾക്ക് തിരിച്ചങ്ങനെ തോന്നുന്നത് എങ്ങനെ ശരിയാകും? പക്ഷേ ആപേക്ഷികതാ സിദ്ധാന്തം പറയുന്നത് അതെ, രണ്ടുപേർക്കും അങ്ങനെ തോന്നാമെന്നാണ്. അപ്പൊ പിന്നെ എവിടെയാണിതിന്റെ ലോജിക്കിലൊരു പിശക് പറ്റുന്നത്? ശരി, അപ്പോ ഈ കഥയിലെ നമ്മുടെ രണ്ട് ഹീറോസിനെ പരിചയപ്പെടാം. കാസ്റ്ററും പോളക്സും. ഇവർ ഇരട്ടകളാണ്. ഇതിൽ കാസ്റ്റർ പുള്ളി ഭൂമിയിൽ തന്നെ നിൽക്കാണ്, ഒരു മാറ്റവുമില്ല. പക്ഷേ പോളക്സ് അങ്ങനെയല്ല. പുള്ളിക്കാരൻ ഒരു സ്പേസ്ഷിപ്പിൽ കയറി ഏകദേശം പ്രകാശവേഗത്തിൽ ഒരു നീണ്ട യാത്രയ്ക്ക് പോവാണ്, എന്നിട്ട് തിരിച്ചുവരും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഭൂമിയിൽ നിൽക്കുന്ന കാസ്റ്ററിന്റെ ഭാഗത്തുനിന്ന് ഈ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അയാളുടെ പെർസ്പെക്റ്റീവ് എന്തായിരിക്കും? കാസ്റ്റ് ചിന്തിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ്. നോക്കൂ, എന്റെ ഇരട്ട സഹോദരൻ പോളക്സ്, അവൻ ഭയങ്കര സ്പീഡിലാണ് പറന്നു പോകുന്നത്, അല്ലേ? ഇനി ഐൻസ്റ്റൈന്റെ തിയറി അനുസരിച്ച് വേഗത്തിൽ ചലിക്കുന്ന ക്ലോക്കുകൾ പതുക്കെയാകും. ഇതിനെയാണ് ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോളക്സിന്റെ ക്ലോക്കും പതുക്കെയാവും. സ്വാഭാവികമായും അവന്റെ പ്രായം കൂടുന്നതും പതുക്കെയായിരിക്കും. അതുകൊണ്ട് അവൻ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഉറപ്പായും എന്നെക്കാൾ ചെറുപ്പമായിരിക്കും. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ലോജിക്, അല്ലേ? പക്ഷേ ഇവിടെയാണ് ശരിക്കുള്ള കളി തുടങ്ങുന്നത്. ഒരു ട്വിസ്റ്റ്. ഇനി നമുക്ക് പോളാക്സിന്റെ സ്പേസ്ഷിപ്പിലിരുന്ന് കാര്യങ്ങളൊന്ന് നോക്കാം. യഥാർത്ഥ പാരഡോക്സ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. പോളക്സും ഇതേ ലോജിക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവൻ നിശ്ചലമാണ്. അവനിൽ നിന്ന് ഭൂമിയും കാസ്റ്ററുമാണ് ഭയങ്കര സ്പീഡിൽ അകന്നു പോകുന്നത്. കാരണം ചലനം ആപേക്ഷികമാണല്ലോ, അല്ലേ? റിലേറ്റിവിറ്റി പറയുന്നത് അതാണ്. അങ്ങനെയെങ്കിൽ വേഗത്തിൽ ചലിക്കുന്ന കാസ്റ്ററിന്റെ ക്ലോക്കല്ലേ പതുക്കെയാവേണ്ടത്? അപ്പോൾ ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എന്റെ സഹോദരൻ കാസ്റ്ററിനായിരിക്കണം പ്രായം കുറവ്. കണ്ടോ, ഇപ്പോൾ പ്രശ്നമായത് കണ്ടോ? ഒരേ നിയമം വെച്ച് രണ്ടുപേരും നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് പറയുന്നത്. ഇതാണ് യഥാർത്ഥ പ്രശ്നം. രണ്ടുപേർക്കും ഒരേ സമയം പ്രായം കുറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. അത് നടക്കുന്ന കാര്യമല്ല. അപ്പോ ഇവരിൽ ആരാണ് ശരി? ആരുടെ ലോജിക്കിലാണ് തെറ്റുപറ്റിയത്? അപ്പോ ഈ പാരഡോക്സിന്റെ താക്കോല് ഒരൊറ്റ വാക്കിലുണ്ട്: ആക്സിലറേഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ത്വരണം. നമ്മൾ ഇതുവരെ സംസാരിക്കാത്ത, ആരും ശ്രദ്ധിക്കാതെ പോയ ആ ഒരു നിർണായക ഘടകം ഇതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ രണ്ടു പേരുടെയും യാത്രകൾ ഒരുപോലെയല്ല. കാഴ്ചയിൽ ഒരുപോലെ തോന്നാമെങ്കിലും അവരുടെ അനുഭവങ്ങളിൽ വളരെ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട്. അതായത് ഈ സാഹചര്യം സിമെട്രിക്കൽ അല്ല. ഇത് ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ രണ്ട് തരം സിസ്റ്റങ്ങളെക്കുറിച്ച് അറിയണം. ഒന്നാമത്തേത് ഇനേർഷ്യൽ സിസ്റ്റം, അതായത് ഒരേ വേഗതയിൽ ഒരു മാറ്റവുമില്ലാതെ പോകുന്ന സിസ്റ്റം. ഭൂമിയിലുള്ള നമ്മുടെ കാസ്റ്റർ ഏതാണ്ട് ഇങ്ങനെയൊരു സിസ്റ്റത്തിലാണ്. ഇനി രണ്ടാമത്തേത് നോൺ ഇനേർഷ്യൽ സിസ്റ്റം. ഇവിടെ വേഗത മാറും, സ്പീഡ് കൂടും, കുറയും, ഡയറക്ഷൻ മാറും. ചുരുക്കി പറഞ്ഞാൽ ആക്സിലറേഷൻ ഉണ്ടാകും. ഇത് തെളിയിക്കാൻ ഒരു സിമ്പിൾ ടെസ്റ്റ് ഉണ്ട്. നമുക്ക് സങ്കൽപ്പിക്കാം, രണ്ടുപേരുടെയും കയ്യിൽ ഒരു ആക്സിലറോമീറ്റർ ഉണ്ടെന്ന്. അതായത് ആക്സിലറേഷൻ അളക്കുന്ന ഒരു ഉപകരണം. ഭൂമിയിലുള്ള കാസ്റ്ററിന്റെ ആക്സിലറോമീറ്റർ നോക്കിയാൽ അത് തുടക്കം മുതൽ ഒടുക്കം വരെ 0 തന്നെയിരിക്കും. കാരണം അവൻക്ക് ആക്സിലറേഷൻ ഇല്ല. പക്ഷെ പോളക്സിന്റെ കാര്യം അങ്ങനെയല്ല. അവൻ യാത്ര തുടങ്ങുമ്പോൾ, അതായത് സ്പീഡ് കൂട്ടുമ്പോൾ, പിന്നെ തിരിച്ചു വരാനായിട്ട് ആ പീഡകം തിരിക്കുമ്പോൾ, അവസാനം ഭൂമിയിൽ ലാൻഡ് ചെയ്യാൻ സ്പീഡ് കുറയ്ക്കുമ്പോൾ, ഈ സമയങ്ങളിലൊക്കെ അവന്റെ ആക്സിലറോമീറ്ററിലെ റീഡിംഗ് എഗിരി മറിയും. അപ്പോ അവരുടെ യാത്രകളിൽ അളക്കാൻ പറ്റുന്ന ഫിസിക്കലായ ഒരു വ്യത്യാസമുണ്ട്. അത് വളരെ ക്ലിയറാണ്. അപ്പോ ഈ ഒരു ഫിസിക്കൽ ഡിഫറൻസ്, അതായത് പോളക്സ് അനുഭവിച്ച ആക്സിലറേഷൻ, ഈ പ്രശ്നത്തിന്റെ സിമ്മട്രി അങ്ങ് ഇല്ലാതാക്കുന്നു. അതോടുകൂടി നമുക്ക് ഉത്തരത്തിലേക്കെത്താം. എന്താണ് ആക്സിലറേഷൻ ചെയ്യുന്നതെന്നറിയാമോ? പോളക്സ് ആക്സിലറേറ്റ് ചെയ്യുന്ന ആ നിമിഷങ്ങളിൽ, അതായത് തിരികെ വരാനായി തന്റെ സ്പേസ്ഷിപ്പ് തിരിക്കുന്ന ആ സമയത്ത്, അവന്റെ കാഴ്ചപ്പാടിൽ ഒരു ഞെട്ടിക്കുന്ന കാര്യം സംഭവിക്കും. ഭൂമിയിലുള്ള കാസ്റ്ററിന്റെ ക്ലോക്ക് പതുക്കെ ആവുന്നതിനു പകരം അതിഭയങ്കരമായ വേഗത്തിലോടുന്നതായിട്ട് അവന് തോന്നും. യാത്ര പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ കാസ്റ്ററിന്റെ സമയം പതുക്കെ ആയതിനേക്കാൾ എത്രയോ അധികം സമയമാണ് ഈ ഒരൊറ്റ തിരിവിൽ മുന്നോട്ടു പോകുന്നത്. അങ്ങനെ അവസാനം രണ്ടുപേരും ഒരേ നിഗമനത്തിൽ തന്നെ എത്തും. ഈ ടേബിളൊന്ന് നോക്കിയേ, എല്ലാം ക്ലിയറാകും. ആക്സിലറേഷൻ അനുഭവിച്ചത് പോളക്സാണ്.
അവൻ നോൺ ഇനേർഷ്യൽ സിസ്റ്റത്തിലായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രായം കുറയുന്നത് ആർക്കാണ്? ബഹിരാകാശയാത്ര കഴിഞ്ഞു വരുന്ന പോളക്സിന് തന്നെ. ഭൂമിയിൽ കാത്തിരുന്ന കാസ്റ്ററിന് പ്രായം കൂടുതലായിരിക്കും. അപ്പോ പാരഡോക്സ് സോൾവ്ഡ്. ഇതൊന്നും വെറും കഥയല്ല കേട്ടോ, ഇതിനെല്ലാം പിന്നിൽ കൃത്യമായ മാത്തമാറ്റിക്സ് ഉണ്ട്. ഐൻസ്റ്റൈന്റെ റിലേറ്റിവിറ്റി തിയറിയിലെ സമവാക്യങ്ങൾ വെച്ച് ഇതെല്ലാം തെളിയിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഫോർമുലയില്ലേ, ഇതുപയോഗിച്ച് കാസ്റ്ററിന് പോളക്സിന്റെ സമയം എത്രത്തോളം പതുക്കെയായി എന്ന് കൃത്യമായി കണക്ക് കൂട്ടിയെടുക്കാം. ചുരുക്കി പറഞ്ഞാൽ കണക്കുകളും പറയുന്നത് ഇതുതന്നെയാണ്. അപ്പോ നമ്മളിന്ന് മനസ്സിലാക്കിയതെന്താണ്? ആക്സിലറേഷന് സമയത്തെ സ്വാധീനിക്കാൻ കഴിയും, അല്ലേ? ഇനി ഐൻസ്റ്റൈന്റെ മറ്റൊരു ഗംഭീരൻ ഐഡിയ ഉണ്ട്. ഗുരുത്വാകർഷണവും ത്വരണവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഏതാണ്ട് ഒന്നു തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ആക്സിലറേഷന് സമയത്തെ ഇങ്ങനെ വളയ്ക്കാൻ കഴിയുമെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളിന്റെ അടുത്തുപോലെയുള്ള അതിശക്തമായ ഗ്രാവിറ്റിക്ക് സമയത്തെക്കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റുമായിരിക്കും? ആ ഒരു ചോദ്യം നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.